ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് VLOOKUP ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കോളത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡേറ്റ നമ്മൾ റിട്രീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് ലക്ക്. അപ്പോൾ നമുക്ക് എക്സൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിലെന്താണ് നമുക്ക് കാണുന്നത്? കുറേ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിൻ്റെ പേരാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരു അപ്പോളോ ഹോസ്പിറ്റലാണെന്ന് വെച്ചിട്ടു. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റെ പേര് ഡീറ്റെയിലാണ് ഇവിടെ കാണിക്കുന്നത്. എന്തൊക്കെ കാണിക്കുന്നുണ്ട്? ഫോൺ നമ്പർ, നെയിം ഓഫ് പേഷ്യൻ്റ്, പിന്നെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ, അവരുടെ പ്ലേസ്, ലാസ്റ്റ് വിസിറ്റ്, ഡോക്ടറുടെ പേര്. ഇതാണ് നമ്മുടെ ഡീറ്റെയിലൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. പേഷ്യൻറ്റിൻ്റെ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. ഒരു ഹോസ്പിറ്റലിൽ അപ്പോളോ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കുറേ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിലാണ് ഈ ടൈപ്പ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഒന്നല്ല, കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സമയം കാണത്തില്ല അവിടെ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരുടെയൊക്കെ മറ്റുള്ള ഡീറ്റെയിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത്രയും പേരുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഫോൺ നമ്പർ, ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻ്റെ ഡീറ്റെയിലാണ്. അതിൻ്റെ ഫോൺ നമ്പറുണ്ട്, നെയിം ഓഫ് പേഷ്യൻ്റുണ്ട്, ജെൻഡർ, പ്ലേസ്, ലാസ്റ്റ് വിസിറ്റ്, ഡോക്ടർ. അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ മേളിലിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ, ഈ ഒരു ഫോൺ നമ്പർ, ഒരാളുടെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് ഫോൺ നമ്പർ അടിക്കുകയാണ്. ഫോൺ നമ്പർ ഇവിടെ പ്രസ് ചെയ്തു. നമ്മൾ ഏതെങ്കിലും ഇപ്പം 2000, ഇപ്പം ചന്ദ്രദാസിൻ്റെ നമ്പർ 2024 ആണ് എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്ടർ ദീപ പള്ളിപ്പാടാണ്, ലാസ്റ്റ് വിസിറ്റ് എന്നാണ്, മെയിലാണോ ഫീമെയിലാണോ. അടുത്തൊരു റെക്കോർഡ് ഞാൻ കുമാർ എന്നുള്ള എടുക്കാൻ പോവാം. അപ്പോൾ കുമാർ എന്നുള്ള 128 ആണ്. 28 ഞാൻ എടുത്തു. എൻട്രി ചെയ്യുമ്പോൾ കുമാറിൻ്റെ മെയില് മാവേലിക്കര, പിന്നെ അവരുടെ ലാസ്റ്റ് വിസിറ്റ്, ഏത് ഡോക്ടറെയാണ് കണ്ടത്. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ഈ ലിസ്റ്റ് നോക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഡീറ്റെയിൽ കിട്ടാനാണ്, പർട്ടിക്കുലറായിട്ടുള്ള ഒരു പേഷ്യൻ്റെ പേര് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് എക്സലിലെ VLOOKUP ഫംഗ്ഷൻ എന്ന ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനകത്തെ ആ ഹെഡിങ്ങും പേഷ്യൻ്റെ പേരെല്ലാം ഞാൻ കോപ്പി ചെയ്ത് അടുത്ത ഷീറ്റോട്ട് മാറ്റി വെക്കാൻ പോവാണ്. നമുക്ക് വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനിത് H2 എടുത്തു. രണ്ടാമത്തെ ഷീറ്റാണിത്. അടുത്ത രണ്ടാമത്തെ ഷീറ്റ് എടുത്തിട്ട് ഞാൻ അവരുടെ പേഷ്യൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചു. എല്ലാ ഡീറ്റെയിലും ഞാൻ കോപ്പി ചെയ്തു. പിന്നെ ഈ ഒരു ഭാഗവും ഈ ആദ്യത്തെ ഷീറ്റിലെടുത്ത ഈ ഭാഗവും ഈ ആദ്യത്തെ ഹെഡിങ് മാത്രം ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാം ഞാൻ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമ്പർ 1, കോപ്പി ഓൾ ദ ടെസ്റ്റ് ആൻഡ് ഡേറ്റ ടേബിൾ ഇൻ അനദർ ഷീറ്റ്. ഈ ഷീറ്റിലോട്ട് ഞാനിതെല്ലാം കോപ്പി ചെയ്ത് വെച്ചു. അടുത്ത എന്താ പറയുന്നത്? അപ്ലൈ ഡേറ്റ വാലിഡേഷൻ ഫോർ ദ ഫോൺ നമ്പർ. ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ വന്നിട്ട് ഈ ഫോൺ നമ്പറിൻ്റെ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനൊരു ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ മെനൂസിലെ ഡേറ്റയിൽ പോയി ഡേറ്റ വാലിഡേഷൻ എടുക്കുക. ഡേറ്റ വാലിഡേഷൻ എടുത്തു. ഇവിടെ ഒന്ന് ലിസ്റ്റ് എടുക്കണം. ലിസ്റ്റ് എടുത്തിട്ട് സോഴ്സ്, ഏതാണ് സോഴ്സ്? നമ്മുടെ ഇത് ഫോൺ നമ്പറാണ് നമ്മുടെ സോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ നമ്പറിലെ എല്ലാ നമ്പരും നമ്മൾ ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു സെല്ല്
ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡേറ്റ വാലിഡേഷനാണ്. അപ്പോൾ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ ബാക്കിയൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്റ്റെപ്പ് എന്ത് ചെയ്തു, കോപ്പി ഓൾ ദ ടെസ്റ്റ് ആൻഡ് ഡേറ്റ ടേബിൾ അതിൽ നമ്മൾ അടുത്ത ഷീറ്റോട്ട് കോപ്പി ചെയ്ത് വെച്ചു. പിന്നെ അപ്ലൈ ഡേറ്റ വാലിഡേഷൻ ഫോർ ദ ഫോൺ നമ്പറിനെ നമ്മൾ ഡേറ്റ വാലിഡേഷൻ കൊടുത്ത് സെറ്റ് ചെയ്തു. ഇനിയാണ് അപ്ലൈ വിലുക്കപ്പ് ഫംഗ്ഷൻ ഫോർ ഓൾ അതർ ഫീൽഡ്. ഈ ഫീൽഡിലെല്ലാം ഇനി നമുക്ക് വിലുക്കപ്പ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഡേറ്റാസിനെല്ലാം നമ്മൾ ഇത്രയും ഡേറ്റാസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എത്ര ഡേറ്റാസ് ഉണ്ടോ നമുക്ക് അത്രയും ഇനി നമ്മൾ കുറേ കൂടുതൽ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ ഡേറ്റാസിനെയും നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇത്രയും ഡേറ്റാസിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഫോർമുലയിൽ പോയിട്ട് ഡിഫൈൻ നെയിം എന്ന് പറയും. ഡിഫൈൻ നെയിം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു പേര് കൊടുക്കുക. ഈ ഒരെണ്ണത്തിന് ഡേറ്റ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക. എന്തെങ്കിലും പേര് കൊടുക്കാം, നമ്മൾ ഡേറ്റ എന്ന് കൊടുത്ത പേര്. ഇപ്പം ഇതിനെ നമ്മളൊരു ഇത്രയും ഈ റേഞ്ചിനെ ഒരു പേര് കൊടുത്തു, ഡേറ്റ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ടേബിളിനെ നമ്മളൊരു പേര് കൊടുത്താണ് എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തു, ഡിഫൈൻ നെയിം എടുത്തിട്ട്. ഇനി നമ്മളിവിടെ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. വിലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഈസ് ഈക്വൽ ടു വിലുക്കപ്പ്, ലുക്കപ്പ് വാല്യൂ, ടേബിൾ അറേ, കോളോ ഇൻഡെക്സ് നമ്പർ, ട്രൂ ആണോ ഫോൾസ് ആണോ. ഇതാണ് നമ്മുടെ സിൻടാക്സ്. ഇതാണ് ഇത് വെച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കുക, വിലുക്കപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നത്. ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ അവർ ചോദിക്കുന്നു ലുക്കപ്പ് വാല്യൂ, ഏത് വാല്യൂ ആണ് ലുക്കപ്പ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഈ ഒരു ഫോൺ നമ്പറിനെയാണ് നമ്മൾ ലുക്കപ്പ് ചെയ്യേണ്ടത്, ഈ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക, കോമ ഇടും. രണ്ടാമത്തെ ചോദിക്കുന്നത് എന്താ, ടേബിൾ അറേ, ഏതാണ് നിങ്ങളുടെ ടേബിൾ. ഇവിടെ നമ്മൾ പേര് കൊടുത്തു വെച്ചിട്ടുണ്ട് ഡേറ്റ എന്ന് പറഞ്ഞ ഡേറ്റ മാത്രം കൊടുത്തുവെച്ചാൽ മതി. പേര് കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോമ ഇടുക. എന്നിട്ട് ചോദിക്കുന്നു കോളം ഇൻഡെക്സ് നമ്പർ, ഇതിനകത്ത് എത്രാമത്തെ കോളമാണ് നമ്മുടെ നെയിം ഓഫ് ഇവിടെ നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, നെയിം ഓഫ് പേഷ്യൻ്റ്. അപ്പം നെയിം ഓഫ് പേഷ്യൻ്റ് രണ്ടാമത്തെ കോളമാണ്. 2 അടിച്ചു കൊടുത്തു, കോമ കൊടുക്കുക. എന്നിട്ട് ഇത് എക്സാക്റ്റ് മാച്ചാണോ വേണ്ടത് അതോ അപ്രോപ്രിയേറ്റ് മാച്ചാണോ. എക്സാക്റ്റ് മാച്ചാണെങ്കിൽ 0 അടിച്ചു കൊടുക്കണം. 0 ഇട്ടിട്ട് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് 2 അടിച്ച് കഴിയുമ്പം ഈ നെയിം ഓഫ് പേഷ്യൻ്റ് ആണ്. ഞാനിപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നെയിം ഓഫ് പേഷ്യൻ്റ് ഗണേശാണ്. ഇപ്പോൾ ഈ നമ്പർ എന്താണ്, ഇത് ഗണേശ് എന്ന് പറയുന്ന നമ്പറാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 20 ആക്കിയിരുന്നു, ആദ്യത്തെ നമ്പർ ആക്കിയിരുന്നുവെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സുജിതയെന്ന് വന്നേനെ. ഇനി ഇവിടെ ഇങ്ങനെ ജെൻഡർ, ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ശരിക്കും ഫീമെയിലാണ്, പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും, നമുക്ക് നോക്കാം. അത് ഇതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു വിലുക്കപ്പ് പിന്നെ എന്തെടുക്കണം, ലുക്കപ്പ് വാല്യൂ ഇതാണ്, നമ്മുടെ ഫോൺ നമ്പറിനെ ബേസ് ചെയ്യണം, കോമ. പിന്നെ അടുത്ത എന്താണ്, അറേ, ടേബിൾ അറേ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡേറ്റ. പിന്നെ ചോദിക്കുന്നു ഇത് ഏത് കോളം ഇൻഡെക്സ് നമ്പറാണ്, 1 2 3. അപ്പോൾ നമ്മൾ 3ാമത്തെ കോളത്തിൽ പോയിട്ട് സെർച്ച് ചെയ്യണം, കോമ, എക്സാക്റ്റ് വാല്യൂ. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് എൻ്റർ അടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫീമെയിൽ എന്ന് വന്നു. അതുപോലെ ഡോക്ടറുടെ പേര് ചോദിക്കുന്നുണ്ട്, ഏത് ഡോക്ടർ, നമുക്കതും ഇതുപോലെ ഈസ് ഈക്വൽ ടു വിലുക്കപ്പ് ബ്രാക്കറ്റ് ഇട്ടിട്ട്, അപ്പോൾ ലുക്കപ്പ് വാല്യൂ നമ്മുടെ ഫോൺ നമ്പർ, കോമ, പിന്നെ ഡേറ്റ, ടേബിൾ അറേ എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേറ്റ. പിന്നെ എത്രാമത്തെ കോളം ഇൻഡെക്സ് നമ്പറാണെന്ന് ചോദിക്കുന്നു. അപ്പം ഡോക്ടർ നെയിമാണ് 1 2 3 4 5 6 ആണ്, 6ാമത്തെയാണ് നമ്മുടെ ഈ കോളം ഇൻഡെക്സ് നമ്പർ 1 2 3 4 5 6. കോമ ഇട്ടു, എക്സാക്റ്റ് വാല്യൂവിന് 0 കൊടുത്തു, ക്ലോസ് ചെയ്തു. അപ്പം ഈ ആൾ സുജിത എന്ന് പറയുന്ന ആൾ അഖിലാണ് ഇവരുടെ ഡോക്ടർ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത ഡോക്ടറുടെ പേര്. അടുത്തത് പ്ലേസ് ഇതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു വിലുക്കപ്പ് ബ്രാക്കറ്റ് ഇട്ടു, ലുക്കപ്പ് വാല്യൂ, ഫോൺ നമ്പർ, കോമ, ഡേറ്റ എന്നുവെച്ചാൽ നമ്മുടെ ഫുൾ റേഞ്ച്, കോമ. അപ്പോൾ ഇത് പ്ലേസ് ആകുമ്പോൾ 1 2 3 4 4ാമത്തെ കോളമാണ്, കോമ ഇട്ട് 0 അടിച്ചു,
ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഹരിപ്പാട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഹരിപ്പാട് വന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വിസിറ്റ് ഇത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കയറി വരണം. നമുക്ക് നോക്കാം. അത് ഇതുപോലെ തന്നെ = വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഇട്ടു. പിന്നെ ഏതാണ് ലുക്കപ്പ് വാല്യൂ, ഫോൺ നമ്പർ, ഡേറ്റ, എത്രാമത്തെ നമ്പറാണ് 1 2 3 4 5 അഞ്ചാമത്തെ കോളമാണ്. ഇട്ടു, 0 അടിച്ചു, ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി നമ്മളിവിടെ എന്തടിച്ചു കൊടുത്താലും അടുത്ത ആടെയാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്ത ആടെ അടിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ വന്നു. 2024 ചന്ദ്രദാസ് ഫീമെയിലാണ്, ചന്ദ്രദാസ് മെയിൽ. പിന്നെ അത് പള്ളിപ്പാട്, പിന്നെ അതിൻ്റെ ഡോക്ടറുടെ പേര് ഇത്. ഇനി അടുത്ത ആടെ പേര് അടിച്ചു കൊടുക്കാം. നമ്മൾ 24 അടുത്ത 28 അടുത്തത് കുമാറാണ്. കുമാറിൻ്റെ ഇവിടെ എടുക്കുമ്പോഴത്തേന് അടുത്തത് 28. നമുക്ക് അടുത്ത നോക്കാം. 32 ആണ് അടുത്ത നമ്പർ. ഇവിടെ വന്ന് നമ്മൾ 32 എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ 32ൻ്റെ ഐശ്വര്യ ഫീമെയിൽ, കരുവറ്റ, പിന്നെ ലാസ്റ്റ് വിസിറ്റ് ഡോക്ടർ വിശാൽ, ഇങ്ങനെ നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ VLOOKUP ഫംഗ്ഷൻ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കോളത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കോപ്പി ഓൾ ദ ടെസ്റ്റ്. എല്ലാ ഡേറ്റാസൊക്കെ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഫസ്റ്റ് പേജിൽ നിന്ന് നമ്മൾ സെക്കൻഡ് പേജിലോട്ട് എല്ലാം കോപ്പി ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അപ്ലൈ ഡേറ്റ വാലിഡേഷൻ ഫോർ ദ ഫോൺ നമ്പർ. അപ്ലൈ ഡേറ്റ വാലിഡേഷൻ ഫോർ ദ ഫോൺ നമ്പർ നമ്മൾ ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്തു. അപ്ലൈ VLOOKUP ഫംഗ്ഷൻ ഫോർ ഓൾ അതർ ഫീൽഡ്. അപ്ലൈ VLOOKUP ഫംഗ്ഷൻ. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ VLOOKUP ഫംഗ്ഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ ചെയ്യുന്നത്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് VLOOKUP ഫംഗ്ഷൻ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.